ഞാൻ ഒന്ന് അടുക്കളയിൽ പോയിട്ട് വന്നപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നീ കട്ടോ അല്ലേ? എടുത്തോ ഇതിൽ നിന്ന്? എടുത്തോ എന്നാണ് ഞാൻ ചോദിച്ചത്. എടുത്തു തരാമെന്നല്ല, നീ എടുത്തോ ഇതിൽ നിന്ന് കുറച്ച്. വേണേ ഇച്ചിരൂടെ തരാം. ഇങ്ങനെ ഒരു കൊതിച്ചിപ്പാറും. ആ തങ്കം, അതെ നിന്റെ ആങ്ങളെ ഭ്രാന്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവന്റെ ഭ്രാന്ത് അടങ്ങില്ലെന്ന് തോന്നുന്നു. നീ ഒന്ന് ചെന്ന് നോക്ക്. ഞാനില്ലെന്ന് പറ. പോ പോ. അളിയാ അളിയനെന്തേ? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, രാവിലെ ഞാൻ കണ്ടായിരുന്നു. ആണോ? ഞാൻ രാവിലെ അവനോട് എന്തൊക്കെയോ പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. സാരാക്കണ്ടാടാ. അല്ല, ഇല്ല, സാരാക്കിയിട്ടില്ല. പക്ഷേ എന്നോട് ഫാസിലും ഇതിന്റെ ഒരു ഗൗരവം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സംഗതി കത്തിയത്. കാരണം ഈ ചൈന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ കുഴപ്പമാണ്. മനസ്സിലായോ? ഇപ്പഴത് മനസ്സിലായത്. ഉണ്ടായിരുന്നോ? ഞാനേ പുറത്ത് കാറ്റുകൊണ്ടിരിക്കുക. ആണോ? അളിയ അങ്ങോട്ട് ഇരിക്കളിയാ. എന്താ അളിയാ? അല്ല, അളിയിരുന്നോ? അതെ, എനിക്ക് അളിയനോട് മാപ്പ് പറഞ്ഞു അളിയ. അല്ല, രാവിലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞല്ലോ അളിയനോട്. അല്ല, ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചതേ. അതൊക്കെ നമ്മൾ പതിവായിട്ടുള്ള കാര്യങ്ങളല്ലേ. പക്ഷെ അളിയൻ ചെയ്തത് വലിയൊരു ഉപകാരമാണ്. എന്തേ? അല്ല, ഈ സാധനങ്ങളൊക്കെ എന്റെ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞല്ലോ. എന്റെ അളിയ, എനിക്കൊരു കിട്ടിയ ചെറിയ അറിവ് ഞാൻ അളിയന് പകർന്നു തന്നു, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ? ഇതിപ്പോ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ സമയത്ത് വീടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നോക്കി ഇനി വേറെ വല്ല ചൈന ഉൽപ്പന്നങ്ങളും ഉണ്ടോന്ന്. അപ്പൊ നോക്കുമ്പോ അങ്ങനെ കിട്ടിയ സാധനങ്ങളാണിത്. ഇതും കൂടെ നമുക്ക് കത്തിച്ച് കളയണം. ഇനിയിപ്പോ നമുക്ക് 4 മണിക്ക് ഒരു സെക്ഷൻ കത്തിക്കണുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതങ്ങ് കത്തിക്കാം. അതെ അല്ലേ? അപ്പൊ ഇത് ഞാൻ എവിടെ വെക്കും? അങ്ങോട്ട് വെച്ചോ. ഇവിടെ ഒന്നും വെക്കണ്ട അളിയാ. അവിടെ വെച്ചോ, കുഴപ്പമില്ല. ഇതിപ്പോ കുറച്ച് സമയം ഇത് എനിക്കൊന്ന് മൊബൈലിലെ ഇതിനെ കുറച്ച് ഷൂട്ട് ചെയ്ത് വെക്കണം. പിന്നെ അളിയും കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടെ നമ്മൾ ആൾക്കാരിൽ എത്തിക്കുക. ഇത് ഇന്നാണ്, ഇന്ന സാധനമാണ്. അപ്പൊ അത് ആ ഫോണിന്റെ അടുത്ത് വെച്ചോ. കഴിയുന്നത് ഇത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് അത് കളഞ്ഞോളാം. ഇനിയിപ്പോ 4 മണി കഴിയും കത്തിക്കല്. എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിലും എടുത്തോണം കേട്ടോ. എന്തെങ്കിലും ഇനി ഇരിക്കണമെങ്കിൽ എടുത്തോണം. എടി അളിയൊരു നൂഡിൽസ് കൊടുക്ക്. അയ്യോ, ഇത് നൂഡിൽസ് അല്ലേ? ഇത് ചൈനക്കാരുടെ ഭക്ഷണമാണ്. ഇതും കഴിക്കരുത് അളിയാ. അളിയാ, ഇത് സത്യം പറഞ്ഞ നമ്മുടെ ഇന്ത്യക്കാരുടെ ഇടിയപ്പത്തിനെ ഇവന്മാരെ അടിച്ചു മാറ്റിയിട്ട് നൂഡിൽസ് എന്ന് പേരിട്ട് ഇറക്കണതാ. ഇത് നമ്മുടെ സ്വന്തം. ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ മാത്രമല്ല, ഈ ആഹാരം കൊണ്ടല്ലോ, അന്നത്തോട് നമ്മൾ അങ്ങനെ ഒരു വിവേചനം കാണിക്കാൻ പാടില്ല. ദൈവകോപം ഉണ്ടാവും. പിന്നെ ഇപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നല്ലേ പച്ചക്കറി വരണത്, നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ അയക്കാതിരിക്കുന്നില്ലല്ലോ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യത്തിലൊന്നും നമ്മളൊരു വേറൊരു കാണിക്കരുത്. ശരിയാ. തമിഴ്നാട്ടുകാർ പച്ചക്കറി തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ സാമ്പാർ വെക്കും, എങ്ങനെ ഉപ്പേരി വെക്കും? എങ്കിൽ സാമ്പാറൊക്കെ അന്യം നിന്ന് പോവും തന്നില്ലെങ്കിൽ. അപ്പൊ എന്തായാലും അളിയാ, അളിയനും അളിയന്റെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു സംഗതി തോന്നിയാലുണ്ടല്ലോ, വലിയ സംഭവമാണ്. അളിയനെ ഞാനൊരു നന്ദി പറയാണ്. ചൈനയെ എവിടെ നിന്ന് തുടച്ചു മാറ്റുന്ന ഞങ്ങളുടെ ആ ഒരു യജ്ഞത്തില് ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന്. ഉറപ്പായിട്ടും അളിയനെ അറിയാവുന്നവരോടൊക്കെ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ ഇന്ന് മുതൽ ഇതിന്റെ പ്രചാരകനായിട്ട് മാറാൻ പോവാണ്. എന്താ പറയാൻ പോയാലോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണേ. 4 മണിക്ക് ഇനി ഒരു കത്തിക്കലേ ഉള്ളൂ. നോക്കാം, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ശരി. വേണ്ട കേട്ടോ, അതിന് ചമ്മമാവന് വേണ്ട, മാവന് വേണ്ട. വേണ്ട, ഇനിയെ പോന്നു. ഏട്ടാ, ഏട്ടാ, ഞാൻ പോടാന്നുണ്ട്. അങ്ങോട്ട് പോയാ ചൂട്. അങ്ങോട്ട് പോയാന്ന്. നീ വേണ്ടാന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പിന്നീട് ചെയ്യൂ. സത്യം പറ. എവിടെ പോയതാ? എങ്ങും പോയില്ല. ഇപ്പൊ ഇവിടെ ആണല്ലോ. അവിടെ ശരിക്കും നോക്കി ശരിക്കും പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു പോവും. ഈ വീട്ടിലില്ലേ ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. അവളുടെ അടുത്ത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പഠിക്കണം 10 കൊണ്ട് ഇവിടെ വെക്കരുത്, മേശയെ കൊണ്ട് വെച്ചോണം. അല്ലേ പിന്നെ എടി അന്ന് നീ എന്നെ കൊണ്ട് ഇനി വല്ലതും പറയിക്കരുത്. നോക്കാൻ പറഞ്ഞിടത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയതാ. അളിയാ, അവിടെ വന്നേ. ഇത് വിളിച്ചു. ഇവിടെ നിന്നോട്ടെങ്കും പോണ്ട. എന്താളിയാ? അതെ, നീ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തോണ്ടല്ലേ? അത് ഞാൻ എന്ത് സാധനം?
നിനക്കറിയില്ല? നീ കൂടുതൽ അഭിനയിക്കല്ലേ? മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നടത്തുന്ന സാധനം കൊണ്ട് തരാൻ. എടേ, ഇതാണ് മുമ്പും നിന്റെ കുഴപ്പം. എന്തെങ്കിലും മനസ്സിൽ വെച്ച് നീ ഓരോന്ന് പറഞ്ഞോളൂ. നിന്റെ മനസ്സിലുള്ളത് എന്താണെങ്കിൽ തുറന്നു പറ. നീ കൂടുതൽ കളിക്കണ്ട. എനിക്ക് നിന്നോട് തമാശ കളിച്ചോണ്ടിരിക്കാൻ സമയമല്ല. നീ എൻ്റെ ഫോണും എടുത്തേ. എന്ത് ഫോണാ? അയ്യോ, ഞാനത് മറന്നു. ഓ, ഭയങ്കര മറവിക്കാരനാണല്ലോ. നീ എന്ത് പരിശോധിക്കാനാണ് എൻ്റെ ഫോൺ എടുത്തോണ്ടെന്ന്? ഇതാണാ? ഇത് തന്നെ. അളിയാ, ഇത് ചൈനയുടെ ഫോണാളിയാ. ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ആ ഹെൽമെറ്റ് തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നീ പറഞ്ഞില്ലേ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ വരുമെന്ന്. ഈ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലും വലിയ ക്യാൻസർ വരികയാ. അളിയാ, എനിക്ക് ക്യാൻസർ വന്നോട്ടെ, ഞാനങ്ങ് ചത്തോട്ടെ. നീ തമാശ കളിക്കാൻ എൻ്റെ ഫോൺ ഇങ്ങോട്ട് വന്നേ. അയ്യോ, നീ ചത്ത് കഴിഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതെ, എനിക്ക് കേന്ദ്രത്തിലൊക്കെ വിളിക്കാനുള്ളതാണ്. എൻ്റെ പ്രസിഡന്റ് ഇപ്പൊ വിളിക്കും. അതെ, കേന്ദ്രം ഒന്നല്ല വിഷയം. എനിക്ക് ഫോണും അല്ല, നീയാണ് വരുന്നത്. നിന്റെ കാര്യം ഞാൻ നോക്കണ്ടേ? അളിയാ, തമാശ കളിക്കാതെ ഫോൺ എടുക്കാൻ. എന്റെ ഫോൺ എടാ ദ്രോഹി, ഞാനിനി എങ്ങനെ വിളിക്കൂടാ? നിനക്ക് വിളിക്കാല്ലേ? ഞാൻ ഇതാ കണ്ട, ആ സിമ്മ് ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യന്റെ സിമ്മ്. ഇതേപോലത്തെ ഒരു ഇന്ത്യൻ ഫോൺ വാങ്ങിയിട്ട് ഇതിനകത്ത് ഇട്ടോ. നിന്നെ ഞാൻ ക്യാൻസറിൽ നിന്ന് രക്ഷിച്ചില്ലടാ. ഇവിടെ കിടക്കും. Alien versus Alien.